എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മന്താണ് ജൂലൈ. കാരണം വേറൊന്നുമില്ല, എൻ്റെ ബർത്ത്ഡേ ജൂലൈയിലാണ്. അങ്ങനെ എനിക്ക് 28 വയസ്സായെന്നുള്ള സത്യം ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. രാവിലെ തന്നെ ദിബിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടാട്ടോ എൻ്റെ ബർത്ത്ഡേ സ്റ്റാർട്ടാക്കിയത്. അമ്മി മേൽനോട്ടം കൊടുത്തിരുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എനിക്കുണ്ടായിരുന്നു. ഏറ്റവും അടുത്ത് വളരെ കുറച്ച് പേര് മാത്രം അറിഞ്ഞിരുന്ന ഒരു ബർത്ത്ഡേ. അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. മമ്മി എനിക്ക് ഒരു പുത്തൻ ഡ്രസ്സ് കരുതി കാണും. അതിട്ടിട്ട് വേണം കേട്ടോ പിന്നെ എനിക്ക് പള്ളിയിൽ പോകാനും അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് സ്കൂളിലോട്ടും. എന്തായാലേ ഇത്തവണയും ആ പതിവ് മമ്മി തെറ്റിച്ചില്ല. അതാട്ടോ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. എനിക്ക് വേണ്ടി മമ്മി ഈ അടിപൊളി ഡ്രസ്സ് പർച്ചേസ് ചെയ്തത് ആകാശ കൗച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അങ്ങനെ പപ്പയുടെ അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി വിട്ടു. യൂഷ്വലി എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേ ഞാൻ പാരൻസിൻ്റെ കൂടെയായിരുന്നു. ഇത്തവണ ഇതാദ്യമായിട്ടായിരിക്കും അവരില്ലാത്തൊരു ആഘോഷം. അതെ, ഇപ്പോൾ എൻ്റെ പുതിയ ഫാമിലിയുടെ കൂടെ അമ്മയായി കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആയിരിക്കും കേട്ടോ അത്. അങ്ങനെ മനസ്സിൽ ഒരു വിഷയം പറഞ്ഞ് ഒരു ബർത്ത്ഡേ കേക്കും കൂടെ അങ്ങ് കട്ട് ചെയ്തു. കൊച്ചിലേക്കുണ്ടല്ലോ ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്നൊക്കെ പറയുമ്പോൾ അന്നൊക്കെ ഒരു പ്രത്യേകതയായിട്ട് തോന്നാറുണ്ട്. എന്നാൽ ഇപ്പോൾ ആണെങ്കിലോ ഈ വർഷം പുതിയ കാര്യങ്ങൾ ഇനി എന്തൊക്കെ നേരിടാം എന്നുള്ള കാത്തിരിപ്പ്.